റൂമിന്റെ കഥ ഒന്നും പറയണ്ട കാര്യം. റൂം കിട്ടാല്ലോ. റൂം നമ്മൾ ഇന്നലെ വാങ്ങിയ റൂം എന്ന് പറഞ്ഞത് ജസ്റ്റ് 1300 രൂപ കൊടുത്തുള്ളൂ ആ റൂമിന്. നമ്മൾ പുറത്തൊക്കെ റൂമിന് ബെഡിനാണ് റേറ്റ് പറഞ്ഞത്. പെർ പേഴ്സണ് എത്ര 1000 രൂപ പറയും, 1200 പറയും. ഇന്നലെ 1200 പറഞ്ഞത്. ലാസ്റ്റ് സംസാരിച്ചപ്പോൾ 1300 റൂം മൊത്തമായിട്ട് തന്നു. ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് ലാസ്റ്റ് പറഞ്ഞത് 500 രൂപയാണ്. അതന്നെ ബാത്റൂമൊന്നും അറ്റാച്ച്ഡ് അല്ലാത്ത റൂമിന്. അതൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്നു. നോക്കി കിട്ടിയില്ലെങ്കിൽ ഫായ്സിന് നമ്മൾ ലേക്ക് പറഞ്ഞത് നമ്മൾ ലേല റൂമുണ്ടല്ലോ അവിടെ ഉണ്ടാവും. ഞങ്ങളിവിടെ കറക്കിയിട്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ ഏതെങ്കിലും റൂമിൽ സെറ്റായിട്ട് ആ രാവിലെ ലേക്ക് ഇരിക്കണം. റൂമിലേതാ ഉസ്കേല് कितना आता है रूम? 3 आदमी का कितना है? ओके. बाथरूम कितनी है उसका? बाथरूम कितने? वही है कॉमन बाथरूम है. कितना आता है? हाँ बेड का 1000 तो है एक आदमी का. ഭയങ്കര റേറ്റ് ആണ് ഇവിടെ. Hi sir, where are you from? Slovenia. Where? Slovenia. Slovenia. Oh, from bike or this cargo? No, cargo. Travel by how many kilometers? 9,000. 9,000 kilometers. Oh, I am from Kerala in downside of India. We also travel 5,000 kilometers. 5,000. I am also India. In India, I am coming. This is also 5,000 kilometers. Okay. Oh, you and wife? Yes. Okay. Thank you. Welcome. Nice journey. You're going up to Umli? Yeah, up. You go ahead or? We were yesterday. Okay. Thank you. Okay. ഓ മൂപ്പര് വന്നാണ്ട് വണ്ടി. ഇതാണ് വണ്ടി. ഇത് ട്രംപിന്റെ വണ്ടിയാ. ഏത് വണ്ടി? ടൈഗർ വണ്ടി. ആ, ട്രംപിന്റെ വണ്ടി കേട്ടോ. ഇത് കൊണ്ട് അവിടുന്ന് പോയിട്ടെന്നാണ്. നമ്മളിവിടെ എത്ര ഇതിനെ ഓടിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം ആ കിലോമീറ്ററിനായിട്ടുള്ളൂ. നമ്മൾ 22,000 കിലോമീറ്റർ വേറെ ഓടിച്ചാൽ വേറെ ആയിരത്തിന് കിട്ടുന്നത്. അല്ലാത്ത മതി ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. മൂപ്പര് ഇന്നലെ പോയായിരുന്നു നമ്മളൊന്ന് കേരളത്തിലൊക്കെ. അതുപോലെ നീച്ചണ്ടപ്പോൾ നമ്മള് മുസ്ലിംസ് കഴിച്ച് പാല് പറഞ്ഞു. ഇനി ഒന്നും കൂടി ദമ്മാക്കാൻ വേണ്ടിട്ടാ ഇന്നലെ വന്ന കടയ്ക്കാൻ ഒന്നിന് മുട്ട വാങ്ങിയാണ്. ഇനി ബ്രെഡ് കൂടി വാങ്ങട്ടെ. അങ്ങനെ നമ്മള് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. തപ്പി തന്നെ പിന്നെ റൂം ഏതായാലും കിട്ടിയില്ല. തിന്നിട്ടത് അവിടുന്ന് മുട്ടി വാങ്ങി, ഇവിടുന്ന് ബ്രെഡും വാങ്ങി. നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കും. വണ്ടി താഴെ റൂം അവിടെ അടുത്ത് തന്നെയാണ്. ഇന്നലെ ഇവിടെ റൂമൊക്കെ തപ്പി. ഇതാണ് നമ്മൾ ഇന്നലെ എടുത്ത റൂം. അവിടെ തന്നെ ടൗണിൽ കുറച്ച് വന്നാൽ മതി മുന്നിൽ. ഇവിടെ റൂം എടുത്ത് പേസി കിട്ടിയതാണ് കേട്ടോ. 1300 റൂം മൊത്തമായിട്ട്. മറ്റേത് 1200 രൂപ പെർ പേഴ്സണാണ് ഇവരൊക്കെ പറഞ്ഞത്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ തന്നെ 8:30 പിന്നെ ആരും വരാനല്ലോ, അതുകൊണ്ട് തന്നേക്കാം. പിന്നെ ഇന്ന് ചോദിച്ചാൽ പറഞ്ഞ ആള് വരാണ്ടെന്ന് വെറുതെ പറയണേ. ആള് വരാനുണ്ടാവില്ല. ഇന്ന് നല്ല റേറ്റ് നോക്കാമല്ലോ. അതിന് ലാസ്റ്റത്തെ റൂം എല്ലാ പാക്കിങ്ങും കഴിഞ്ഞ് ഇറങ്ങട്ടോ. ഞങ്ങള് ഹാങ്ങിലേക്കും ഓന് വെറും ലേക്കോ പോണ്. ഞങ്ങളാണ് പവർ കൊടുത്തത്. എന്താ വെച്ചാൽ ഓന് ചെറിയൊരു പനീൻ്റെ പ്രശ്നമുണ്ട്. ഇന്നലെ മിഞ്ഞാന്നുണ്ട്. ഇപ്പം ഇന്ന് റിസ്ക് എടുത്തല്ലോ. ഹൈറ്റ് വേണം, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഓന് ബുദ്ധിമുട്ടാണ്. ഓന് നമ്മളെ റൂമുണ്ടല്ലോ, നമ്മളെ സ്വന്തം റൂം അവിടെ ഉണ്ടാവും. ഞങ്ങള് ഇന്ന് ഇവിടെ നിന്ന് പോയി വന്നിട്ട് നാളെ അവിടെ എത്തും. ബാക്കി ഓക്കെ, ബൈ. അങ്ങനെ നമ്മള് ലോമ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിട്ടോ. ലോമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ വന്ന വഴിയാണ്. ആ ഓഫ് റോഡ് കണ്ടു ബാക്കില്, അതിൽക്കൂടെ നമ്മൾ ഇന്നലെ വന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ഈ റൂട്ടിലാണ് പോണത് ഇന്നേക്ക്. നമ്മൾ വന്ന് മിലിറ്ററി കഫേൻ്റെ അടച്ചിട്ടോ. കുറച്ചും കൂടി ഉള്ളതുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ടാവുന്ന വോയിസ് പറഞ്ഞിന്. ഇവിടെ വൈഫൈ ഉണ്ടെന്ന് പറഞ്ഞിന്. ഇവിടെ ഒരു സിം റേഞ്ച് ഇല്ല കേട്ടോ. അത് വേറെ ഓൻ്റെ അടുത്ത് മാറൂഫിൻ്റെ അടുത്ത് എയർടെൽ. എൻ്റെ റേഞ്ച് ഇല്ലല്ലോ. ഇന്നലെ ഒരു റേഞ്ച് ആ
ഇന്നലെ വരെ അവിടെ വൈഫൈക്കും ഒക്കെ റേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എന്തോ പ്രശ്നം കൊണ്ട് റേഞ്ച് കട്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു നിവർത്തിയില്ല കോൺടാക്ട് ചെയ്യാൻ. ഇവിടുത്തെ ടീ ഷോപ്പും ഓപ്പൺ അല്ല. നമുക്ക് മുന്നേക്ക് പോയി നോക്കല്ലേ? പോവല്ലേ എന്നാലേ? ഇവിടെ നിറച്ച് സ്റ്റിക്കർ. അപ്പൊ ഞാൻ കമ്മിയാക്കല്ലോ, എന്റെ സ്റ്റിക്കറും കൂടി ഇട്ടിച്ചോളൂടെ. നമ്മായിട്ട് തന്നെ കമ്മിയാകും. കൊറേ അടിച്ചു കൊടുക്കുന്ന നാട്ടിൽ നമുക്ക് കൊടുക്കാം. മലയാളികൾ നല്ലൊരു കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോളെ അതിക്കൂടെ ഓൺ റോഡ് പോവാന്ന് പറഞ്ഞു. ഓഫ് റോഡ് വേണ്ട, അത് ലഗേജ് പൊട്ടത്. ഈ റൂട്ട് നമ്മൾ പോടാം. റോഡ് കാരണത്ത് തന്നെ എഴുതിച്ചിട്ടുണ്ടോ? ഉംലിങ്ങൊക്കെ 92 കിലോമീറ്റർ ഉണ്ട് റോഡ് കൂടെ പോകാൻ കേട്ടോ. നമ്മൾ ആ റൂട്ടിനാണ് വന്നത്. ഇങ്ങോട്ടേക്കുള്ള വയ്യണ്ടെങ്ങള് ചുരുണ്ട് കിടക്കണ വയ്യ കേട്ടോ. കുറേ ഓടുണ്ട്. സ്ട്രൈറ്റ് പോരാണെങ്കിൽ കുറച്ചുള്ളൂ, പക്ഷെ വണ്ടി തന്നെ പോലുണ്ടില്ല. വരും പവറാണ്. ജസ്റ്റ് ഒന്ന് സൈഡാക്കിട്ടോ, കുറച്ചേരം കുത്തിറക്കി വെച്ചു. വരും വെയിലാട്ടോ. കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോകുമ്പോൾ പെരും തണുപ്പും നിർത്തിയാൽ പെരും വെയിലും. ഇനി ഒരുപാട് പോകാണ്ട്. ഇനി എത്ര 40 കിലോമീറ്ററോ ഇനിയും പോകാണ്ട് നമ്മളെ മാക്സിമം ആൾട്ടിറ്റ്യൂഡുള്ള വണ്ടി പാസിങ്ങുള്ള സ്ഥലത്തേക്ക്. നല്ല മുട്ടം പണി കിട്ടിയ ഇവിടെ കണ്ടെങ്കിൽ റോഡിന് നടുവിൽ ഒരു ഗ്യാപ്പ് കറക്റ്റ് ടയറായിക്കാണ് ചാടി പഞ്ചറായി പൊട്ടും ചെയ്ത്. ഇതിൻ്റെ വണ്ടി മാത്രമല്ല ഒന്ന് ഇവിടെതാ ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ടുണ്ട്. അവിടെ ഒരു വണ്ടി ഉണ്ടോ കുത്തിമറിഞ്ഞ് വീണാണ്ട് ലിവറൊക്കെ പൊട്ടിക്കണേ ബ്രേക്കിൻ്റെ. അതൊന്ന് വേറൊരു ബ്രേക്കിൻ്റെ ലിവർ അവിടെ കണ്ട് നല്ല പണിയായി പോയത്. ഫ്രണ്ട് ടയറാണ് കുത്തിക്കാണ് നേരെ കുത്തി കണ്ട് ഇവിടെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു പഞ്ചറാണ്. എന്ത് ചെയ്യും ഒരു ഐഡിയ ഇല്ല. ടൗണിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറത്താണ്. ആ മല കയറി ഇറങ്ങി വന്ന എന്താ ഇത് കാട്ടാ. ഒരു വയ്യൂല കേട്ടോ. ഓരോരോ പെടല നല്ല പെടലായി പോയത്. ഇവിടെ ഇത് ലോക്കലാണ്. ഇയാൾ പറഞ്ഞ ഇവിടെ കൂടി പഞ്ചറിൻ്റെ പരിപാടി കിട്ടില്ല വന്നു. അപ്പം എന്നോടൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്യണം. അയാൾ പറഞ്ഞ് തിരിച്ചു പോകാൻ നോക്കിക്കോ, അങ്ങോട്ടൊന്നും പഞ്ചർ ഷോപ്പ് ഒന്നുമില്ല. റിമ്മ് വെൻ്റേതുകൊണ്ട് ഞാൻ എന്താ കാട്ടാറില്ല. നമ്മളൊപ്പം മെക്കാനിക്ക് വായിച്ചേനി വിളിച്ചാണെങ്കിൽ ഒരു തുള്ളി റേഞ്ച് ഇവിടെ നെറ്റ്വർക്ക് തന്നെ ഇല്ല. അവനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടാൻ ടൂൾസും എന്തൊക്കെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതെന്താട്ടോ റിമ്മ് വെൻ്റാണ്. ടയറ് അവിടെ കീറിക്കണം, അതിക്കാണ് ചാടിക്കണമാണ്. ഭാഗ്യത്തിനും വീണില്ല അൽഹംദുലില്ലാ. അതേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വീഴാതെ കഴിച്ചില്ലല്ലോ. ടയർ എങ്ങനെയൊക്കെ കഴിച്ചില്ലോ. പക്ഷേ അതാ എല്ലായിടത്തും കുടുങ്ങുമ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചില്ലോ. ഇനി വേണമെങ്കിൽ അവിടെ ടെൻ്റ് ഉണ്ട്. അഥവാ ഒരു രക്ഷയില്ലെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ച് കടന്നുകൊണ്ട് ബാക്കി പിന്നെ നോക്കേണ്ടി വരും. ഒരു വയ്യ ഉണ്ടാക്കി വെച്ചിക്കാണ്. ഈ ചെറിയ ഗ്യാപ്പും കൂടി അടിച്ചിരിക്കണം. എന്ത് സുഖമായിട്ട് പോകാനിരിക്കണം. കാറ് തട്ടിയത് ഇവിടെ കയറട്ടോ. ഈ തുഞ്ചം കണ്ടും കൂടെ തീർച്ചയായും തട്ടാൻ ചാൻസ്. ബെൻബി ഉതരി ഗയാനായി വീട്ടെ ഓലടുത്തും പഞ്ചർ കിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ട്യൂബ്ലെറ്റിൻ്റെ പഞ്ചർ കിറ്റേ ഉള്ളൂ. ഇത് ട്യൂബുള്ളല്ലേ. ഇതുമ്പോൾ കുറച്ച് പണിയെടുക്കണം. ടയറൊക്കെ കഴിച്ച് പണിഞ്ഞാൽ കുറേ നല്ലൊരു പെടലാണിത്. റൂഫ് ആയിക്കൂടൊക്കെ പോയി കണ്ട് ആരൊക്കെ തപ്പിത്തെറിഞ്ഞ് വരുന്നുണ്ട്. എന്തേ നടക്കോ ഓല് വന്നേ. ഓലടുത്തുള്ള ട്യൂബ്ലെസ്സിന്റെ പഞ്ചർ കിറ്റാണ്. ട്യൂബിന്റെ അല്ല. ഞാൻ പറഞ്ഞു ഓല വണ്ടിയൊക്കെ ട്യൂബാണ്. പിന്നെ എത്തിനാണോ കൊണ്ടിരിക്കണത്. വണ്ടി കുടുങ്ങിയപ്പോൾ തന്നെ ഒരാളെ കിട്ടിയിട്ടുണ്ടല്ലോ. ലോറി കൊണ്ടുകൂടെ ഇതിവിടെ വന്നാണ്. ഇവിടുത്തെ ലോക്കൽ ആളെ ചോദിക്കുന്നത്. മുപ്പടുത്ത് പഞ്ചർ കിറ്റ് ഉണ്ടെങ്കിൽ അടിച്ചതാണ്. നമ്മുടെ പഞ്ചർ കിറ്റിന് ഫുൾ സാധനമല്ല. സൊല്യൂഷനൊക്കെ ഫുൾ കഴിഞ്ഞിക്ക്. ഇല്ല ഇതൊന്നുമില്ല. ഒക്കെ കഴിഞ്ഞിക്ക്. ഓ ഇവിടെ മൂപ്പര് ടയറൊക്കെ കഴിച്ച് ട്യൂബ് സെറ്റാക്കുന്നു കേട്ടോ. മാറൂഫിന്റെ വണ്ടിന്റെ ബാക്കത്തെ ഒരു ട്യൂബ് അവനെ കയ്യിലുണ്ട്. ഇത് ഇട്ടാണ് എങ്ങനെ ഓടാൻ പറ്റും നോക്കാം. അത് റോട്ടറി പണി രാത്രി കിട്ടട്ടെ. ട്യൂബിനോട് ഓട്ടോയ്ക്ക് 4 മണി നല്ല പണി. പാവട്ടെ മൂപ്പര് സപ്പോർട്ട്.
മൂപ്പര ചുറ്റിയൊക്കെ കൊടുത്ത് അടിച്ചു റൗണ്ട് റോഡിലെ പണി കേട്ടോ. ഇവിടുന്ന് പണി കുറച്ച് തന്നെ പണി ഉണ്ടാക്കണേ സെറ്റാക്കണ്ടേ. പക്ഷെ അത് നോക്കാം. ബാക്ക് ടയർ ഇട്ടാണ്, ബാക്ക് ട്യൂബ് ഇട്ടാണ് നടക്കുന്നേ. പഞ്ചറായ ടയറിന് നമ്മൾ മറ്റേ ട്യൂബ് ഇട്ട് നോക്കിട്ടോ, അത് നടക്കില്ല. ആ ട്യൂബ് എയർ ഉജ്ജാണ്, അവിടെ നമ്മൾ ഇട്ടപ്പോൾ പാളിയാണ്ട് ഓട്ടേക്കണം. ഇപ്പം നമ്മളുള്ളത് ആർമി ക്യാമ്പിൻ്റെ അടുത്താണ്. ഇവര് നമ്മളെ പഴയ ട്യൂബ് ഉണ്ട്, അതിനൊരു പഞ്ചർ കിറ്റ് തരാമെന്ന് പറഞ്ഞു. പഞ്ചർ അടുക്കളെ ഉണ്ടെങ്കിൽ പഞ്ചർ അടുക്കാൻ പറ്റിയ കഴിച്ചിലായി. അടിച്ചത് മൂപ്പര വണ്ടി നേരിട്ട് അടിച്ചതെന്നാണ് പറഞ്ഞത്. എങ്ങനെ വെച്ചാൽ മനസ്സിലായില്ല. വലിയ പ്രഷറുള്ള എയർ പ്രഷറുള്ള വണ്ടിയാണ് നേരിട്ട് അടിച്ചു നോക്കിയെന്ന് പറഞ്ഞത്. മിലിറ്ററിക്കാർ സംഭവം കേട്ടോ. മിലിറ്ററി മെസ്സിൽ നിന്ന് ഫുഡും കിട്ടി. പിന്നെ പൈസ കൊടുത്തിട്ട് എന്നാലും കിട്ടിയറിയാം. അവനവിടെ കളിച്ചോണ്ട് കുറേ ആൾക്കാർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരമായപ്പോൾ. വേറൊരു വമ്പൻ ടാസ്ക് വരുന്നുണ്ട് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ 5 ഡിഗ്രിയൊക്കെ തണുപ്പ് പറഞ്ഞു. ടെൻ്റ് അടിച്ച് കിടക്കേണ്ടി വരും. പിന്നെ എവിടേക്കും പോകാൻ കഴിയില്ല. കാരണം ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിമ്മ കിടക്കാൻ. മൂപ്പര് സംഭവമാണ്. മൂപ്പര് ഞങ്ങൾ വണ്ടി കംപ്ലൈൻ്റ് ആയപ്പോൾ ഒപ്പം കൂടിയതാണ്. എന്നിട്ട് കഴിച്ചാലും എല്ലാത്തിനും ഒപ്പം നിന്ന്. ഇപ്പോൾ ആർമിയിൽ നടന്ന് പഞ്ചർ ഒട്ടിച്ചായിരുന്നു. മൂപ്പർക്ക് പണി അറിയാവുന്നു വണ്ടീൻ്റെ കേട്ടോ കഴിച്ചാനൊക്കെ. ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ആദ്യം കേട്ടോ മോമോസ് കഴിക്കണേ. സംഭവം നൈസാണ്, നല്ല തണുപ്പുണ്ട്. മോമോസ് അല്ല കേട്ടോ, കാലാവസ്ഥ അതിലാണ് എടുത്തിട്ട് കഴിക്കണം. സംഭവം നല്ല രസമുണ്ട്. മിലിറ്ററിക്കാരുണ്ടാക്കിക്കൊണ്ടേക്കാരം. മിലിറ്ററിക്കാർ പഞ്ചർക്കിട്ട് നിന്നിട്ട് സാധനം ഇവിടെ കിട്ടിയാണ്. മൂപ്പര് സാധനം इसको थोड़ा सा और रगड़ के कर दो ना इसको। हाँ जी सर। इसको थोड़ा रगड़ दो ना उसको ऐसे अंगुली से, और फिर फूंक मार देना थोड़ा ऐसे, सूख जाएगा तो अच्छा पकड़ेगा. ഇവർക്ക് ആർമി ക്യാമ്പൊക്കെ വെള്ളം കൊണ്ടുവന്ന് വരും കേട്ടോ. മൂപ്പര് വണ്ടി തന്നെ നേരത്തെ കാറ്റടിച്ച് നോക്കിയത്. അപ്പം ഇത് കഴിച്ചണം. നമ്മുടെ ടൂൾസൊക്കെ മറ്റേ വണ്ടീൻ്റെ അടുത്താണ്. കഴിച്ചാൽ കിറ്റ് എടുക്കുക നോക്കണേ. കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ എയറിൻ്റെ ട്യൂബില്ലേ വണ്ടീൻ്റെ അതിൻ്റെ ഉള്ളിൽ നിന്നാട്ടോ ഇത് ട്യൂബ് കാറ്റടിച്ച് നോക്കണം. पानी मार के देखेंगे. हाँ पानी भी है. പഞ്ചറടിച്ച് ഇത് ഈ ട്യൂബ് സെറ്റായി പഞ്ചറടിച്ച് ടയറിട്ട്. ഇപ്പോൾ ടയറിട്ടപ്പോൾ സിമ്പിളായിട്ട് ഇട്ടോ. ഓ ഭയങ്കര ഹെൽപ്പായി. മറ്റാളുടെ പൈസ വെച്ചപ്പോൾ കാറ്റടിച്ചെന്നാൽ അയാൾ പൈസ ഒന്നും വേണ്ട അപ്പോൾ മതി എന്നൊക്കെ പറഞ്ഞേച്ച്. സോയാ ഓക്കെ ചേട്ടാ കടന്നിറങ്ങിയോ? കടന്നിറങ്ങി വെച്ചാ അവിടെ ഇത് പോയേക്കാ നമുക്ക്. അവിടെ വെളിച്ചം പോയിട്ടില്ല. മൂപ്പരേ ബമ്പ ഹെൽപ്പാന്ന് കേട്ടോ. മൂപ്പർക്കൊരു പൈസ കജ്ജ് കൊടുത്ത് മൂപ്പര് വേണ്ടായിരുന്നു കുടിച്ച് വിട്ടണ്. അത്രയും ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളൊറ്റക്കാണെങ്കിൽ നമുക്ക് ഒന്നും കാട്ടാൻ പറ്റില്ല. ഒരു മിലിറ്ററിക്കാർ മറ്റേ ആ ടാങ്കറിൻ്റെ ആള് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് സെറ്റായത്. ഒക്കെ കഴിഞ്ഞു കേട്ടോ. ടെൻറ്റ് സെറ്റാക്കി വണ്ടി നോക്കി. സമയം കൊണ്ട് 5:50 6 അവിടെ എപ്പോഴും വിളിച്ചുണ്ട്. പോയി വെക്കാം. എന്താ ഒരു അവസ്ഥ ഐഡിയ ഇല്ല. അവിടെ നിന്നില്ല തോന്നുന്നു കാണാനൊന്നും. പോട്ടെ ഇത് പണിയെന്നാണ് മറക്കലൊന്നും ഒരു കഴിച്ചില്ല. നമ്മളെ ശരിക്കും എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടി മുകളിലെത്തിട്ടോ. സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയ ഏകദേശം 6:15 പോയേക്കാം. മേലെ പോയേക്കാം.
ഇതെന്നാ ഇതോ എവിടെ ഇരിച്ചനെ 19,024 ഫീറ്റ് ആയിട്ടില്ല ഞങ്ങള്. ഗായ്സ് എത്തി ഞങ്ങളെത്തി 19,024 ഫീറ്റ് വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ പാസിൽ ഞങ്ങളെ വണ്ടി കൊണ്ട് കയറിയിരിക്കുകയാണ്. ഫുള്ള് മഞ്ഞാണ്. സമയമാണെങ്കിൽ 6:30 പറ്റ ടൈം. ഒരു മനസ്സില്ല തിരക്കില്ല. തണുത്തിട്ട് നിൽക്കാൻ വയ്യ. 10 ഡിഗ്രിക്ക് താഴെയാണ് ഇവിടെ തണുപ്പ് കേട്ടോ. ഓ 2 ഫോട്ടോ എടുത്തിട്ട് വല്ല മുങ്ങട്ടെ നിൽക്കാൻ പറ്റില്ല ഇവിടെ. അങ്ങനെ കാശ് ഞങ്ങൾ ഇവിടെ എത്തി. ആരില്ല, നമുക്ക് ഒറ്റ കൊയിച്ചിട്ട സ്ഥലം കേട്ടോ. ഇവിടെ വല്ലാതെ നിൽക്കാൻ പറ്റില്ല, കാരണം അത്ര ഹൈറ്റാണ്. ഇവിടെ കുറേ സ്റ്റിക്കറും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സമയമല്ല നമുക്ക്, നല്ല തണുപ്പ് കയറി വരികയാണ്. അങ്ങനെ ഇവിടെയും കൊടുക്കട്ടെ നമ്മളെ സ്റ്റിക്കർ കമ്മിയാക്കണ്ട. ആ സ്റ്റിക്കറുടെ കൂട്ടത്തിൽ നമ്മൾ തന്നെ നമ്മളങ്ങനെ വീണ്ടും തിരിച്ചെത്തിട്ടോ. കുറേ ദൂരം യാത്ര ചെയ്തുള്ള ചുരക്കെ കറങ്ങി അവിടെ എത്തി. ഇതിൽ കൂടി നമ്മൾ നേരെ രാവിലെ പോയത്. ഇവിടെ ആരുമില്ല. രാത്രി സമയം 10:30 നമ്മളങ്ങനെ ഇവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മള് പട്ടാളക്കാരൻ ഫുഡ് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് ജസ്റ്റ് ഇറങ്ങാണ്. 11 ഡിഗ്രി ഇവിടെ തണുപ്പ്. എന്താവുന്ന ഒരു ഐഡിയ ഇല്ല. ജാക്കറ്റും കോട്ടൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഗായ്സ് ഗുഡ് നൈറ്റ്. പെട്ടെന്ന് ടെൻ്റ് ഉണ്ടായി. നല്ല ഉറക്കരുണ്ട്. 10:30 11 മണിക്കണേ. നാളെ കഴിച്ചുകൊണ്ട് നമ്മൾ ലേക്ക് പോട്ടോ. ബൈ.